രാമ 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 പാഹി മാം. 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 അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളി ഉറപ്പുണർന്നീടിന്നു. എന്തൊരു മൂലമതിനെന്നു മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരുമന്തപുരമഹുആൻ അതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ ഇടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രനും സത്വരം അയ്യേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി അയ്യേയി ജയ ജയ സന്തതം. ഭൂലോകപാലിൻ പ്രകൃതി പകരുവാൻ മൂലമിന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലു എന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീ പതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമായാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതോ തന്നുടെ ചിത്തത്തിന സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും മുന്തിൽ പ്രജാകര സേവയും ചെയ്യയാലത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വിളിച്ചു വരുത്തു വയ്യാതെ. എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമഹാന്യജ്ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ.
ചെന്നു നീ തന്നെ വരുത്തുക രാമനെ, സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ, താതൻ ഭവാനെയുമല്ലോ വിളിക്കുന്നു, സാദരം വൈകാതിരുന്നള്ളു അവേണം. മന്ത്രി പ്രവരവാക്യം കേട്ടുരാഘവൻ, മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും ഹരേറിരഥോപരി പ്രേമവിവശനാത്താതൻ മരുവീടും മന്ദിരയിൽ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമായി, ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ, താതനെ ചെന്നെടുത്താശ്ലേഷം ചെയ്തു സാദരം തൻ്റെ മടിയിൽ ഇടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരോടശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഹേതേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം, ആരണമെന്തോന്നു താതദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു ഏയ പുത്രിയും. ആരണം താതദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കലെഴുതിനി താതനോ ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖാപശാന്തിക്കും ഇഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനായിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാവുന്നതു നീയല്ലോ, രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാ നിന്നാളി സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നും തരേണമർപ്പിക്കയും ചെയ്യും.
മർത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. പുന്നാമമാവും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനും ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുദ്ഭവനെന്നതറിയ നീ. മാതൃവചന ശൂലാഭിഹതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയേണമോ മാതാവേ, താരാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിലുള്ള സംശയം. മാനസേ ഏതമതിരില്ലെനി ഏതും രാജ്യമെന്നായിലും താതൻ നിയോഗിക്ക് രാജ്യമെന്നാലെന്നറിയ നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിയെന്നു ചൊല്ലിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിയ നീ. പാവൻ തങ്ങൾ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നായിലും താതൻ നിയോഗിയിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനി എന്നറിയ നീ. താത ആര്യമനാജ്ഞാതമെന്നായിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉത്തമെന്നാലുമായിലുമി ആര്യമെന്ന പോലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമ്മലമെന്നു ചൊല്ലുന്നു സജ്ജന വിധമെല്ലാ പരിജ്ഞാതം മയാധുനാ. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആഊനമേതുമെനിക്കില്ല നിർണയം. സത്യം അരോമ്യഹം സത്യം അരോമ്യഹം സത്യം മയോത്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ ഏതോരു കൈയേയും രാമനോടാശു ചൊല്ലിനാളാദരാൽ. താതൻ നിന അഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം ആനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു
നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യവുമായതു, ചെയ് അഭിഷേകം ഭരതനു ഞാനിനി, വയ്യാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു, ചിന്തിച്ചുതു ഇപ്പതിനെന്തു കാരണം, രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡ ആവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ ഉറിച്ചേറുമമ്മയ്ക്കുമദ്ദേഹമാത്രം ഭരി എന്നു വിധിക്കയാൽ. ആ ആശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാൻ ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂർവവും തൃപ്തനായിടിനാൻ. താതനും തന്നെ യൗവനം നൽകി ജാരനരെയും വാങ്ങി, ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു ആര്യം നിരൂപിച്ചു മൽപിതാതു ഇപ്പതിനില്ലവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ, സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നതു വയ്യാതെ, പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമപ്പെടാ. അല്ലായിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ, ഹാ ജഗന്നാഥ, ഹാ രാമ രാമ, ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറയും അന്നു നീരോല വാർത്തു അരയും നന്നായി മുറുകെ മുറുകെ തഴുകിയും, പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും. എന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ ഉളുർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചൂര ഊത്തമൻ. ആശ്ലേഷനീതി വാഗ്ഗൈഭവാദ്യങ്ങളാലാശ്വസിപ്പിച്ചാൻ. നയോവിതൻ തഥാ എന്തിനൻ താതൻ വൃഥൈവതു ഉന്നതെന്തൊരു ദണ്ഡമിതെന്നു മഹീപതേ.
സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ. ഓർക്കിലേ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതും നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പൊക്കതു നേരം ധാർമ്മികയായ മാതാസു സമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താദരാൽ ഭക്തിയായി കൊണ്ടു ഭഗവൽ പാദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തിയെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ. രാമനു ഭഗതരായതു കണ്ടീലെ ഭൂമിപാലപ്രിയെ നോക്കീടോ എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരും മുറുകെ ഉണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി മുഹർന്നു കുതൂഹലായി ഇന്ദീവരദള ശ്യാമള കളേഭരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തിൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശദയോ. വന്നിരുന്നീടു ഭുജിപ്പാനതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെയടക്കിരുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോവണം. മുൾപ്പാടു ഏയ പുത്രിയാമമ്മയ്ക്കു മൽപ്പിതാരണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴികയെന്നതുമെന്നെ വനത്തിനയക്കുന്നതു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലരായി. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നോടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ ആനനത്തിനു പോയിടുവിൻ എന്നെ
വിഷനാരദം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോയിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലേ വേർവിട്ടു പോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നായിൽ നീ ആടുവാഴേണമെന്നുണ്ടോ ഇതിമതം എന്തോ പിഴച്ചിതു അയ്യോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്ക ഞാൻ പോകരുതെന്നു ചെറുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതായിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവാൻ മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര ഔസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു ആരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധോചിതം ശാന്തേതരം ത്രപാഹീനം ശഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പന്തികളായുള്ളവരെയുമൊക്കവേ അന്തൻ വീട്ടിനയച്ചഭിഷേകമന്തേരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതുമിതിന്നും ശോകമിപ്പതി അന്തർമുധാവസിച്ചിടു അമാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യാമെനി അതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതായിനോ ചാര്യനും ശാസനം ചെയ്യുന്ന ദേവരൂ. ഇതം പറഞ്ഞു ലോകത്രയം തദൃശാ ദത്തമാമാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായാലിംഗനം ചെയ്തു സുന്ദരനിന്ദിര മന്ദിര വത്സനാനന്ദ സ്വരൂപനിന്ദിര വിഗ്രഹൻ ഇന്ദേവരാക്ഷ നിന്ദ്രാദിവൃന്ദാര വൃന്ദവന്ദ്യാഗ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനനിന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ വത്സ സൗമിത്രേ കുമാര നീ ഏൽക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിനോ നീ
ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശ്രേഷധാന്യധനാദിയും സത്യമെന്നായിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനി വന്നി സന്തപ്തലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജനം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥളത്രാദിസംഗമ എത്രയുമൽപ ആലസ്ഥിതമോർക്കനീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി ഓടി വിയോഗം വരുമ്പോലെ നന്ദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർ നിൽക്കുമോ യൗവനവും പുനരധ്രുവ സ്വപ്നസമാനം അളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്കലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമായി നിരൂപിക്കൽ സ്വപ്നതുല്യം സഹേ ഓർപ്പ ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയ ശൈലോപരിവിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇതം മതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതുമറിവീട മായാസമുദ്രത്തിൽ മുങ്ങി ഇടത്തയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോത്തറിയുന്നീല മായതൻ വൈഭവം ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ ആലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരാകയാൽ ആമ കുംഭാമ്പു സമാനമായു സുതൻ പോമയേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാറിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും ഊടൊരു നേരം പിരിയാതെ
ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാദ്യോഹമെന്നാമ്രേഡിതം അലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു ആഷ്ടിച്ചു പോയില്ല, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു ഈഴായി ഋപികളായി പോയിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വമാംസരക്താസ്തി വിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂത നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു ആയം വികാരിയായുള്ളുന്നിത ധ്രുവം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം നശിപ്പിക്കുന്നതും നീ മനസാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിയാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ജ്ഞാനായതാത്മാവെന്നു മോഹൈക ഹന്ത്രിയായുള്ളതോ വിദ്യ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയായി വിദ്യാഭ്യാസമേ ആന്തചേതസാ ചെയ്യ വേണ്ടുന്നതും. തത്ര ക്രോധലോഭമോഹാദികൾ ശത്രുക്കളാവുന്നതെന്നുമറിയ നീ. മുക്തിയു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറിയടോ. മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കൊന്നിതു പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതോ നിർണയം. വൈതരണ്യായാവുന്നതോ തൃഷ്ണയും. സന്തോഷമാവുന്നതോ നന്ദനം വനം. സന്തതം ശാന്തിയെ ആമസുരഭിയെ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണ ബുദ്ധ്യാദികൾ എല്ലാം അഹന്ത മേലെ വസിപ്പതാത്മാവു ശുദ്ധ സ്വയം ജ്യോതിരാനന്ദ പൂർണ്ണമായി തത്വാർത്ഥമായി നിരാഹാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം. സർവൈക ആരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദം ചേതസി ഭാവിച്ചു കൊൾ
നീ സാരജ്ഞനായ നീ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായമാചരിച്ചിടു എന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ ആക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശോ കളനി മാനമല്ലോ പരമാപദമാസ്പദം. സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമിത്യമോടു മാതാവോടു ചൊല്ലിനാൻ. ഏൽക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നോടെ വാക്കുകളേതും നിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാകരുതാത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ ഊടിവാൾ എന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുണ്ടുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കലിവോടു അനുഗ്രഹിച്ചിടണം. അച്ഛനെങ്ങെന്തൊള്ളിരിച്ചയെന്നാലതിളിങ്ങിച്ചയെന്നങ്ങുറച്ചിടേണമമ്മയും ഭർതൃകർമാനുകരണമത്രേ പാതിയ വൃത്യനിഷ്ഠ വധൂനമാമെന്ന നിർണയം. മാതാവു മോദാലനുവദിച്ചിടു ഇലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. ആനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടു എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തിയെ പ്രീതി ഐക്കൊണ്ടെടുത്തുൽ സംഗസീമനി ചേർത്താദരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാളാശീർവചനങ്ങളാശ ഔസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിച്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരി മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ വൃത്താരി മുമ്പായ ദിക്പാലകന്മാരേ ദുർഗേ
ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയ ആരിണി ചണ്ഡിയേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി ഇട്ടുറങ്ങിടുന്ന നേരവും സമ്മോഹമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബന്ധഭാഷ്പം ഗാഢഗാഢം പുണർന്നുടൻ. ഈരേഴു സംവത്സരം ആനനെ വസിച്ചാരാൾ വരിക എന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനുകൂലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം. ത്വൽപാദസേവാർത്ഥമായി നടന്നടിയനുമിപ്പോൾ വഴിയേ വിടകൊള്ളുവനെന്നുമേ. മോദാലതിനായനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ അളിഞ്ഞിടുവാനല്ലായിലേണാങ്ക തുല്യവദന രഘുപതേ. എങ്കിൽ നീ പോന്നു കൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പൊക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞു തുടങ്ങിനാൾ. ആരും അകമ്പതി കൂടാതെ ശ്രീപാദചാരണേ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരലിംഗു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദന്തുവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യാലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതി രോമാചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇതം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡ ആരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവ് ഔസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമ ഭദ്രനോടിതമോഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോള അവസ്ഥയുണ്ടല്ലോ ഭവാനി പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിൽ നിന്നു തോന്നി
ഭർത്താവേ വിരവോടും വൃത്തമെത്രയും ചിത്രമോർത്താലിതം എന്നതോ ഏട്ടരുൾ ചെയ്തോരവരൻ തന്നെ കുലമൗളി മാലികേ നീ മന്നവൻ ഏകയ പുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടുവരും കൊടുത്തേടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതു എന്നെ വനത്തിനയക്കുന്നതു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നോടെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാനിന്നു പോവുന്നു ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡാമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിൻ്റേതും മുടക്കം പറയില്ല മയ്യൽ അഴിഞ്ഞു മാതാവുമായി വാഴുക നീ രാഘവനിതം പറഞ്ഞതു ഏതൊരു രാശശിമു ഇതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതു ചിതമല്ലെന്നു കൊണ്ടും ഭവാനിന്നു ധരിക്കണം ആകുൽസ്ഥനും പ്രിയവാദിനിയായ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ ഇങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്രസൂകര സൈരിഭ വാരണവ്യാളഭല്ലൂകവൃആദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ ആനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംജ്ഞയില്ലാതോളമുണ്ടാവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിക്കുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞീടോ മൂലഫലങ്ങൾ അശായങ്ങൾ ബാലി ഭുജിപ്പതിനാവുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപന്നപാനാദി സന്മുദക്ഷീരങ്ങളിലൊരു നേരവും നിന്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ട വൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും ആൺമതിന്നുമില്ലറിഞ്ഞിടുവാൻ ശീതവാത പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കുമറിയടോ എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെ നന്നായി പരിചരിച്ചെങ്കിരുന്നിടുക വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതിനുടനുള്ളൊരു സംശയം ശ്രീരാമവാക്കു ഏതൊരു
വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാനാധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ലാതയാനിധേ പാദശുശ്രൂഷാവ്രതം മുടക്കാത്തമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമിനി അമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളിനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടായിലെൻ മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. അശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനിത്തും ഭവതിക്കു സംശയമില്ലേതും. ഇതം പുരൈവ ഞാൻ ഏറ്റിരിക്കുന്നതു സത്യമതിന്നൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലവും അവീവരാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനാവാസനത്തിലെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും വിധിയുമോ. എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകി. ഇന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണ്. എന്നിങ്ങനെ ദേവി ചൊന്നതോ കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വയ്യാതെ സങ്കടാമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായ്ക്കൊണ്ടു ചെയ്യനി ജാനകി ഹാരാധിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വീസുരോത്തമന്മാരെ വരുത്തു എന്നാത്യാദര ഉരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമനവധിയില്ലാതോളമാദരാൽ സംതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായ കുടുംബികളായ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായി മാനവനായ
പെയ്തു പെയ്തിടുന്നിതശ്രുകണങ്ങളും ജാനകി ദേവിയോടും അമ്പോടരുന്ധതി ആനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെയും ഉപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തൻ്റെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനആത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു. പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസീധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നോടെ ചാപ ശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തിയിൽ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോദേ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭി രാമനാത്മരാമനും ഭജലോചനൻ ആമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. അഷ്ടമാഹന്ത അഷ്ടം പശ്യ പശ്യ. ഹാ അഷ്ടമെന്തിങ്ങനെ വന്നതോ ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ട നിമ്നോന്നതയോ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേറുന്ന ബുദ്ധ മൃദുതരസ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരില്ലാർക്കുമില്ലിന്നലെയോളവും. ഇന്നിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു ഏട്ടുടൻ ചൊല്ലിനാനന്യനും. ഏയപുത്രിക്കു രണ്ടു മരം നൃപനെ ഇനാൻ പോലതോ കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു
ഭരതനും വാഴെന്നു വന്നു ഓടും ധരാമണ്ഡലം.